അമ്മ ഞാൻ കിടക്കാൻ പോവാണേ. എനിക്ക് നാളെ രാവിലെ 7 മണിക്ക് പോണോട്ടോ. എന്നെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് വിളിക്കണേ, എന്നാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഗുഡ് നൈറ്റ്. ആ എണീക്ക് 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 എണീക്ക്. സമയമായി. എനിക്ക് 6 മണി കഴിഞ്ഞു. എണീറ്റേ. സമയായോ? ആ സമയായി. അങ്ങ് കണ്ണൂറ് നോക്ക്. അമ്മ ഇത് 4 മണിയല്ലേ ആയുള്ള. ഞാൻ 6 മണിക്ക് വിളിക്കാനല്ലേ പറഞ്ഞേ. എന്ത് കഷ്ടമാ. ഈ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് പോ. ഇപ്പൊ എനിക്ക് 6 മണിയാകുമ്പോ വിളിച്ചാൽ മതി എന്നെ പ്ലീസ്. ആ ശരി, എന്നാ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. നിനക്കൊക്കെ രാവിലെ പോണത് പറഞ്ഞോണ്ടാ മനുഷ്യന് വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഈ പാചകം ചെയ്ത് എല്ലാം ഉണ്ടാക്കിയിട്ട് നിനക്ക് വന്ന് വിളിക്കണത്. അപ്പൊ നിനക്കൊക്കെ എണീക്കാൻ പറ്റത്തില്ല. എന്നാ ശരി, 10 മിനിറ്റ് കൂടെ കിടക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വരാട്ടാ. ആ എണീക്ക് എണീക്ക് എണീക്ക്. ദേ 10 മിനിറ്റ് കഴിഞ്ഞു. എണീറ്റേ. ഇനി എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഇനി 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി കിടക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങോട്ട് എടി നിന്നോടല്ലേ പറയുന്നത് എണീക്കാൻ. എണീക്ക്. ഓ അല്ലേ പിന്നെ എങ്ങനെ കട്ടില് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊന്നും എണീക്കാൻ പറ്റത്തില്ല. നിനക്കൊക്കെ എന്താ 4 നേരം തിന്നാ ഉറങ്ങാ, അല്ലാണ്ട് വേറെ എന്തെങ്കിലും നിനക്കൊക്കെ ഇവിടെ പണിയുണ്ടോ? എന്നിട്ട് ബാക്കിയുള്ളവനോട് ഓരോ നേപ്പിക്കും. ബാക്കിയുള്ളവൻ വന്ന് വിളിക്കുമ്പോഴത്തേക്കാണ് നിനക്കൊക്കെ എണീക്കാൻ പറ്റില്ല. നിനക്കറിയോ ഞാൻ 18ാമത്തെ വയസ്സിലൂടെ കല്യാണം കഴിച്ചു വന്നത്. നിന്റെ ഈ പ്രായത്തിൽ എനിക്ക് 4 പിള്ളേരാ. ഞാനേ രാവിലെ എണീറ്റ് നിന്റെയൊക്കെ പണിയും തീർത്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് തൊഴിലുറപ്പിനും പോകുന്നുണ്ട് അറിയോ. എന്നിട്ട് നിന്റെയൊക്കെ അങ്ങേര് പറയുന്നത് എനിക്ക് ഒരു പണി ഇവിടെ ഇല്ലെന്നാ. എന്നിട്ട് നീയൊക്കെ എന്താ കാണിക്കുന്നത്? നിന്നെയൊക്കെ ഒന്ന് വിളിച്ച് നിനക്കൊക്കെ എണീക്കാൻ പറ്റില്ലല്ലേ? കട്ടിലാണ് അങ്ങ് കിടന്ന് ഉറങ്ങിക്കോളും. നിനക്കൊന്നും ഒന്നിനും പോകണ്ടല്ലോ. നിന്നെയൊക്കെ പഠിപ്പിച്ച് ഇത്ര ആക്കിയ പൈസ ഉണ്ടായിരുന്നില്ലേ ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചേനെ. ഞാൻ അങ്ങോട്ട് പോകുക കേട്ടല്ലോ. എണീറ്റോ, അല്ലെങ്കിൽ എനിക്ക് അടുത്തത് എനിക്ക് ദേഷ്യം വരും കേട്ടല്ലോ. അല്ലേ ഒരു കാര്യം ചെയ്യാം. അതെ ഇങ്ങോട്ടൊന്ന് വന്നേ.